ശതകോടീശ്വരന്മാരായ എലോൺ മസ്കിനെയും ജെഫ് ബസോസിനെയും മാർക്ക് സക്കർബർഗിനെയും ഒക്കെ നമുക്കറിയാം. ഇവർക്കെല്ലാം അവരുടേതായ ബിസിനസ് വളർച്ചാ കഥകളുമുണ്ട്. എന്നാൽ നമുക്ക് അധികം കേട്ട് പരിചയമില്ലാത്ത ബിസിനസ് വളർച്ചാ കഥയുള്ള ഒരു ശതകോടീശ്വരനുണ്ട് അങ്ങ് ചൈനയിൽ. ചൈനീസ് വ്യവസായ പ്രമുഖനും നിക്ഷേപകനുമായ ജാക്ക് മാ. 2024 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് $30.1 ബില്യൺ ആസ്തിയുള്ള മാ ചൈനയിലെ 6ാമത്തെ ധനികനായ വ്യക്തിയാണ്. മറ്റ് ശതകോടീശ്വരന്മാരിൽ നിന്ന് ജാക്ക് മായ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. കോടീശ്വരൻ, സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിര സാന്നിധ്യം എന്നിവ കൊണ്ട് മാത്രമല്ല ജാക്ക് മാ പ്രശസ്തി നേടിയത്. അവിശ്വസനീയമായ ഒരു കഥയുണ്ട് ജാക്ക് മായുടെ ഈ പ്രശസ്തിക്ക് പിന്നിൽ. ചൈനയിലെ ഹാങ്സോവിൽ 1964 ജനിച്ച മായ്ക്ക് ഇംഗ്ലീഷ് ഭാഷയോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കണക്കത്ര വഴങ്ങാത്തതുമൂലം 2 തവണ ബിരുദത്തിനുള്ള പ്രവേശന പരീക്ഷയിൽ മാ പരാജിതനാവുകയായിരുന്നു. 1988 ഇംഗ്ലീഷിൽ ബിരുദം നേടിയ മാ തുടർന്ന് 5 വർഷത്തോളം ടീച്ചറായി ജോലി ചെയ്തു. അതിനുശേഷം തന്റെ ആദ്യ സംരംഭം തുടങ്ങുന്നതിനായുള്ള ഓട്ടത്തിലായിരുന്നു മാ. ചൈനീസിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമകൾ ചെയ്തു കൊടുക്കുന്ന ഹൈബോ ട്രാൻസ്ലേഷൻ ഏജൻസി അങ്ങനെ ആദ്യം അദ്ദേഹം തുടങ്ങി. അത് ജാക്ക് മായുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. 90കളിൽ അന്ന് ചൈനയിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. എന്തും പഠിക്കണമെന്നും അതേക്കുറിച്ച് അറിയണമെന്നും താല്പര്യമുള്ള ജാക്ക് മാ യുഎസിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. യുഎസിൽ പോയ ജാക്ക് മായ്ക്ക് ഇന്റർനെറ്റ് എന്താണെന്ന് അറിയാനുള്ള അവസരവും ലഭിച്ചു. ഇന്റർനെറ്റ് ലോകം ജാക്ക് മായെ വളരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. താൻ മനസ്സിലാക്കിയ കാര്യങ്ങളും പാഠങ്ങളും പ്രയോഗിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ചൈനീസ് വെബ്സൈറ്റുകളുടെ സാന്നിധ്യം ഇന്റർനെറ്റിൽ വളരെ കുറവായതിനാൽ അതിന്റെ സാധ്യതകൾ അദ്ദേഹം തിരയാൻ തുടങ്ങി. ചൈനീസ് ബിസിനസ്സുകൾക്കായി വെബ്സൈറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന ചൈന പേജസ് എന്ന വെബ്സൈറ്റിന് തുടക്കമിടുകയും ചെയ്തു. അങ്ങനെ 1994 വരെ ഇന്റർനെറ്റ് ഇല്ലാതിരുന്ന ചൈനയിൽ ആദ്യ ഇന്റർനെറ്റ് കമ്പനി അദ്ദേഹം കൊണ്ടുവന്നു. എന്നാൽ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെ ഈ രംഗത്തും മത്സരം വന്നു തുടങ്ങിയതോടെ മാ ആ കമ്പനി വിട്ടു. തുടർന്നാണ് ആലിബാബയുടെ ജനനം. ഇ കൊമേഴ്സ് രംഗം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ കമ്പനി ചുരുങ്ങിയ കാലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായി മാറുകയാണ് ചെയ്തത്. 2005 യാഹു കമ്പനിയുടെ 40% ഷെയർ ഏറ്റെടുത്തതോടെ കമ്പനിയുടെ തലവര തന്നെ മാറി. അങ്ങനെ ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നിന്റെ ഉടമയായി ജാക്ക് മാ മാറുകയായിരുന്നു. ശതകോടീശ്വരനാണെങ്കിലും സാങ്കേതികമായ അപാര അറിവോ ഉയർന്ന ഐക്യുവോ ഉള്ള ആളല്ല ജാക്ക് മാ. മറിച്ച് നിരീക്ഷണ പാഠവും സ്ഥിരോത്സാഹവും കൊണ്ടാണ് തന്റെ സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തിയത്. മൾട്ടിനാഷണൽ ടെക്നോളജി കൂട്ടായ്മയായ ആലിബാബ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനായിരുന്നു അദ്ദേഹം. കൂടാതെ ചൈനീസ് പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ യുങ്ഫെങ് ക്യാപിറ്റലിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് മാ. 2020 മുതൽ പൊതുരംഗത്ത് നിന്ന് ജാക്ക് മാ അപ്രത്യക്ഷനായിരുന്നു. എന്നാൽ പിന്നീട് പ്രത്യക്ഷനാവുകയും ജപ്പാനിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് അലിബാബയിലോ ആൻഡ് ഗ്രൂപ്പിലോ നിയന്ത്രണ സ്ഥാനത്ത് ജാക്ക് മാ ഇല്ല. തന്റെ ആർജവം കൊണ്ട് ലോകത്തെ ശതകോടീശ്വരനായി അവിശ്വസനീയമായ വളർച്ച കൈവരിച്ച ഈ വ്യക്തിയുടെ ജീവിതകഥ നാം അറിയേണ്ടത് തന്നെയാണ്.